പതുക്കല്ലേ ഇരുന്നു. പതുക്കെ ചേന ഇവിടെ. അമ്മ ഞാൻ തയ്യലൊടിച്ച്. ആ മിഷൻ നശിപ്പിച്ചോട്ടെ നീ. മിഷൻ അല്ല, കൈ തുന്നല. എണ്ണ തേക്കാൻ പാടില്ലായിരുന്നു അടി വെച്ച്. എണ്ണ തേച്ച് ഒരുമാതിരി കുളിച്ച പോലെ കിടക്കൂലേ, ഇഷ്ടം. പൊടി വളരില്ല. മമ്മി ഞാൻ ചെയ്യാം, എനിക്ക് വേണം. ഞാൻ പതുക്കെ ചെയ്യുള്ളൂ. മാമി കല്യാണം കഴിച്ച എത്ര വയസ്സിലാ? എന്തിനാ അടി വെച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ കാലത്ത് തന്നെ നീ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മാമി കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോ എന്റെ അമ്മ ഇങ്ങനെയല്ല പറയണത്. എത്ര മോശമാണ് അതൊക്കെ. മോശമായിട്ടല്ലടി, അത് ഒരേ പൊട്ടം പ്രായത്തിൽ തോന്നുന്നു. രണ്ടുപേരും കൂടി വർത്താനം. ഒന്നുമില്ലടി, നീ വിളി ചോദിക്കുകയാണേ മാമി എത്രാം വയസ്സിലാ കല്യാണം കഴിച്ചെന്ന്. ഇവക്ക് അല്ലെങ്കിൽ ഇച്ചിരി വലിയ വർത്താനം കൂടണ്ട. ഒരു ദിവസം ഞാനൊരു പിടി പിടിക്കും. അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ ചോദിച്ചാൽ മതി. ഇപ്പോഴേ നീ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ട വല്ല വല്ല കാര്യമുണ്ടോ? ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണമെന്ന്. കൊള്ളാം. ക്ലീറ്റ പറയണതനുസരിച്ചാണ് നീ പഠിച്ചു വലുതാകാൻ പോണത്. അങ്ങനെയാണ് നീ ജോറാവും. വേസ്റ്റ് ആകും നീ, വേസ്റ്റ് കേട്ടോ. എവിടെ പോയി കാണാനില്ലല്ലോ? ആര് ക്ലീറ്റോയാ? ചായ എടുക്കാൻ പറഞ്ഞു കിടന്നു. കൊറേ നേരമായി ഫോണില് കുത്തിക്കളിയാണ്, കുത്തിക്കളി. ഇതിന് എന്ത് രാവിലെ ആ ഫോൺ എടുത്ത് ഇങ്ങനെ കൂടെ ഒട്ടിച്ചു വെക്കും. ഈ മൊബൈൽ കമ്പനിക്കാരെ പറഞ്ഞാൽ മതി, ഇപ്പൊ 300 രൂപയ്ക്ക് ഏതാണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ എന്തോ സാധനം കിട്ടൂന്ന്. അതോടുകൂടി തുടങ്ങിയതാ. 50 രൂപയ്ക്ക് ചാർജ് ചെയ്തപ്പോ അതങ്ങ് തീർന്നേനെ. ക്ലീറ്റാ ചായ തണുത്തോണ്ട് ഇനി ചൂടാക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. വരണ്ട അങ്ങോട്ട്. വിളിക്കല്ല, ഞാൻ പറയണത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കുക. അത് അങ്ങനെ അവനങ്ങനെ അനുവദിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. വെച്ചാലോ ഞാൻ വിളിക്കാം. എന്താണ് ക്ലീറ്റ കൊറേ നേരമായില്ല? നീ വല്ല വയറുവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാ? കൊറേ നേരമായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തുള്ളല്. എന്താണ് കാരണമല്ല, ഒരു സ്വസ്ഥതയില്ലാത്തൊരു മനസ്സിന് ഒരു സമാധാനം ഇല്ലാത്തൊരു മേഖല തന്നെ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലിപ്പോ എന്താണ്? എടീ, ഒരു പൊതുപ്രവർത്തകന്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം നിറഞ്ഞ ഒരു ആഴക്കടൽ പോലെയാണ്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണ് ആഴക്കടലിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്താ കാര്യം? എന്താ? അവൻ തന്നെ, അവൻ ആ കമ്പിളിക്കുട്ടായി കഴിഞ്ഞില്ല. ഇത് അവര് പോയില്ലേ ക്ലീറ്റ് ഇപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്നെ കൊണ്ടേ പോവുള്ളൂ, എനിക്കറിയാത്. എന്ത് ചെയ്തു നീ പറയണേ? അതെ, നീ അമ്പിളിക്കുട്ടന്റെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പേര് അവസാനം അവനെ പോകുള്ളൂ. നിനക്ക് ഞാനേ അവന്റെ മുമ്പേ കയറാനുള്ള ശ്രമത്തിലാ. എനിക്കറിയാം അത് കയറാൻ. കല്ലേ തട്ടി വീഴും. പോടി ഒന്നിരിക്കുന്നു. എടീ, ഇപ്പം മഴക്കെടുതിയിൽ ഞാനും എൻ്റെ അണികളും ചേർന്ന് വളരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഒരുപാട് പേരെ സഹായിച്ചത്. മാത്രമല്ല അവർക്കെല്ലാം നല്ല സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല മുതലാളിമാരും ഞങ്ങൾ ഇടപെട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി പാവം വന്നാൽ ഞാൻ സഹിക്കുമോ? സഹിക്കുന്നില്ല ഞാൻ. എങ്ങനെ യൂസഫ് അലി സാഹിബ് 1 കോടി രൂപ തന്നത് എങ്ങനെ? ഏത് നമ്മുടെ സംഗീത സംവിധായകൻ യൂസഫ് അലിയാ? നിന്റെ തന്ത പാലായിലുള്ള പോടി അവിടെ നിന്ന്. എടീ, ലുലു ഗ്രൂപ്പിന്റെ മുതലാളി യൂസഫ് അലി സാഹിബ് 1 കോടി രൂപയാണ് തന്നേക്കണേ. പിന്നെ കല്യാൺ ഗ്രൂപ്പ് 50 ലക്ഷം രൂപ. ഇതെല്ലാം പോട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് 4 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആര് വിചാരിച്ചിട്ടാ? ഞാനും എന്റെ പാർട്ടി അണികളും പ്രവർത്തിച്ചോണ്ടാ, അല്ലാതെ ചുമ്മാതെയൊന്നും അല്ല. സത്യം. ക്ലീറ്റോ കടവിട്ടിട്ടാണ് ഇത്ര ചെയ്ത്. അയ്യോ, ഇല്ലേ ഇവക്ക് അങ്ങനെയൊക്കെയല്ലേ തോന്നുള്ളൂ. അവർക്ക് എന്നെ വേണ്ട, എനിക്ക് വേണ്ടത്. അങ്ങനെ അവനങ്ങ് ഞാൻ വളരെ അനുവദിക്കൂല. അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. എന്താ അമ്പിളിക്കുട്ടൻ ചേട്ടൻ? അമ്പിളിക്കുട്ടൻ ചേട്ടാ, എന്താ വിശേഷം? സുഖമായിരിക്കുന്നു. അമ്മയും അമ്മാവനൊക്കെ ഇവിടെ? അവര് അമ്മാവന്റെ വീട്ടിൽ പോയി. അവിടെ ഒന്ന് അടിച്ചു തുടങ്ങി. എന്താ നിന്റെ ഉദ്ദേശം? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രഹനാഥനുണ്ട്, അയാളെ പേര് പറഞ്ഞു വേണം വിളിക്കാൻ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞ് വിളിക്കാൻ നിനക്ക് എന്റെ പേര് അറിഞ്ഞു വിടാണ് നിനക്ക്? ഇടേ, ഞാൻ വന്നതേ തങ്കത്തിനെ കാണാനാണ്. തങ്കത്തിന്റെ അടുത്തൊരു കാര്യം പറയാനാണ്. ഓഹോ, കേട്ടാ, ഞാൻ തങ്കത്തിന് പറയേണ്ട കാര്യം നിന്റെ അടുത്ത് പറയട്ടാ. നീ ഒരു കാര്യം ചെയ്യും. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, മറ്റേ അവൻ്റെ പേരെന്ന് നടരാജനും മറ്റേ അൻസാറൊക്കെ അവനെ കാര്യത്തിൽ നാളെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്.
മുഖ്യമന്ത്രിയൊക്കെ വരേണ്ടത്. താലപ്പൊലി എടുത്തോണെങ്കിൽ ഫ്രണ്ട് വന്ന് നിൽക്കുമോ? നാളെ പരിപാടി നടത്തി തരാടാ ഞാൻ. നിന്റെ അടുത്ത് പറയേണ്ട കാര്യം നിന്റെ അടുത്ത്, അവളുടെ അടുത്ത് പറയേണ്ട കാര്യം അവളുടെ അടുത്ത് പറയാം. ഇത് എന്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യ നീ മറക്കണ്ട കേട്ടാ മക്കളെ. ഇങ്ങോട്ടേക്ക്. ഹായ്. നിന്റെ ഭാര്യ ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റിന്റെ ആളാണ് അവള്. കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ അങ്ങ് പഞ്ചായത്ത് ഓഫീസിൽ കേട്ടാ, അല്ലാതെ ഇവിടെ വന്നുള്ള പരിപാടികളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവളുടെ അടുത്ത് ഒരു കാര്യം വരാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോളാം. ഇപ്പൊ ഒന്നും പറയണ്ട. നീ നാളത്തെ പരിപാടിയെ കുറിച്ച് പറയാൻ വന്നതാണെങ്കിൽ അത് ഇവിടെ പറയണ്ട. ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ പറഞ്ഞത്? നാണം വേണം, നാണം. എന്തിന്? ഇവിടെ ഞാനും എന്റെ പാർട്ടികൾ ഇവിടെ കഷ്ടപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി ആൾക്കാരെ സഹായിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ പേരിൽ ഒരു ചടങ്ങും വെച്ച് മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നീ അങ്ങ് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചല്ലേ? എന്തോ ആര് പിരിച്ച് ആരും നടത്തുന്നത്? നിനക്ക് ഇങ്ങനെ പറയാനല്ലത് 5 പൈസ ഉപയോഗം ഉണ്ടാണ് എന്നെ കൊണ്ട്. നീ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. നാട്ടുകാരോട് ചോദിക്കേണ്ട കാര്യം തോന്നുന്നു. നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തിന്? ഞാൻ എന്തൊക്കെയാ ചെയ്തെന്ന് ഇപ്പൊ ഈ വന്ന വെള്ളപ്പൊക്കത്തില്. നീ വെള്ളപ്പൊക്കത്തിന് മീൻ പിടിക്കാൻ പോയാ ഉടനെ മുഖ്യമന്ത്രി ഞാൻ അറിഞ്ഞോടെ ചൂണ്ടയിട്ടോണ്ടിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് വെച്ചേക്കണം. മുഖ്യമന്ത്രിയുടെ പേരൊക്കെ ചെറുതാക്കി വെച്ചിട്ട് നിന്റെ പേര് വലുതാക്കി വെച്ച് അടിച്ചു വെച്ചേക്കല്ലേടാ. നാണം ഉണ്ടോടാ? എന്തിനാ ഈ പഞ്ചായത്തിൽ ഞാൻ തന്നെടാ മുഖ്യമന്ത്രി. അന്താ പോട്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ? പഞ്ചായത്ത് പ്രസിഡന്റ് സുഖം നടക്കണു. വയറിളക്കം പിടിച്ചിട്ട്. എടാ അയാളെ നീ എന്തോ കൈവശം കൊടുത്ത് വയറിളക്കിയല്ലേടാ. അതിന്റെ പേര് നിന്റെ കൈകൾ തന്നെ. നിന്റെ അടുത്ത് ഈ വളവളാന്ന് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. കാരണം നിനക്ക് ജോലി കൂലിയൊന്നും സംഘം നാളെ രാവിലെ 9 മണിക്കാണ് പ്രോഗ്രാം. മുഖ്യമന്ത്രിയൊക്കെ വരുന്നതാണ്. 10 പേരെ പറഞ്ഞാൽ 10 പേരും താലപ്പൊലി, ബാക്കി പൂവും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സെറ്റും മുണ്ടോ ഒരേ കളർ കേട്ടോ. ഞങ്ങൾ ഇതാണ്ട് ഇവിടെ ഉള്ളവരും അപ്പുറത്തുള്ളവരും എല്ലാരും കൂടെ നിന്റെ താലപ്പൊലി കേട്ടാനായിട്ട് വന്ന് നിൽക്കാടാ. പോടാ നിന്റെ ജോലിക്ക്. നീ നാളത്തെ പരിപാടിയെ നീ എങ്ങനെ നടത്തുന്നു ഞാൻ കാണാം. നമുക്ക് എന്നോട് കളിക്കാൻ 9 മണിക്കല്ലേ? 9 ഒരുത്തം വന്ന് വളവള പറയാൻ നിൽക്കണ കേൾക്കാനായിട്ട് കുറെ ആളുകൾ എന്തോന്ന് കാണാൻ നിൽക്കണത്. കയറി ഭാഗത്ത് ഇത് കണ്ടു നാട്ടിൽ ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഇനി എന്നാ പരിപാടിക്ക് വിടൂല. നീ ഒരിക്കട്ട് ചെല്ല് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിനെതിരെയൊക്കെ ഞാൻ പോണ്ടേ? നീ പോയില്ലെങ്കിൽ മുഖ്യമന്ത്രി വരൂലല്ലോ, പിണങ്ങി പോകും. ഒന്ന് ബോഡി എടുത്ത്. അതെ, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ വേദിയിൽ യമൻ ഇരിക്കാന്നുള്ള അവന്റെ ആ മോഹം ഉണ്ടല്ലോ, അത് നടക്കില്ലെന്ന് ഞാൻ കാണിച്ചു തരാം. നീ നോക്കിക്കോ. എടോ, ഈ മഴക്കെടുതിക്ക് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ദുരിതാശ്വാസ ചടങ്ങാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ലേ? അതൊക്കെ അറിയാം. അപ്പോൾ വാർത്താ പ്രാധാന്യമില്ലേ? സകല ചാനലുകളും മീഡിയകളും അതിന്റെ മുമ്പിൽ വരികയല്ലേ? അവരിത് മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരികയല്ലേ? അത് വരും. അപ്പൊ അങ്ങ് വരുമ്പോ ആർക്കാ അതിന്റെ നേട്ടം? നമുക്ക് വല്ല നേട്ടമുണ്ടോ? നമ്മുടെ സാന്നിധ്യം ഉണ്ടോ അവിടെ? അതില്ല. അതാണ് കുഴപ്പം. ഇപ്പം നമ്മുടെ സാന്നിധ്യം ഇല്ലാതെ അവർ മൊത്തം ഇമേജ് അങ്ങ് കൊണ്ടുപോവുക. അത് പറ്റത്തില്ല. അതിനെന്താ ചെയ്യേണ്ടത്? എടോ, നമ്മൾ ഇടപെടണം. എടോ, ഈ അമ്പിളിക്കുട്ട് താനെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, എനിക്ക് മനസ്സിലായില്ല. എന്താ നമ്മളിപ്പോ? എടോ, ഈ അമ്പിളിക്കുട്ടന് പഴയതുപോലെ ജനസ്വാധീനം ഇല്ല. മനസ്സിലായോ? അല്ല, അത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പകല് പോലെ സത്യമാണ്. അവനെതിരെ ഇപ്പൊ ഒരുപാട് അഴിമതി കേസുണ്ട്. ഇപ്പൊ വീട് വെച്ചല്ലോ. വീട് വെച്ചതിൽ തന്നെ അവന് നമ്മുടെ പിന്നെ പഞ്ചായത്തിലെ പാസ് ഉപയോഗിച്ചാണ് മണൽ കിടത്തിയത്. അതിന്റെ പിന്നിൽ പഞ്ചായത്തിന്റെ പല കാര്യങ്ങളിലുള്ള പൈസ അടിച്ച് മാറ്റിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പോരാത്തതിന് ആട്, മാട്, കോഴി, വീൽ ചെയർ ഇതെല്ലാം കൊടുത്തില്ലേ? ഇതിലെല്ലാം നല്ല അഴിമതി നടത്തിയിട്ടുണ്ട്. അയ്യടോ, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഡൽഹിയിൽ ഞാൻ ഇരുന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ശോഭ കെടുത്തണം. ഈ ചടങ്ങിന്റെ ശോഭ കെടുത്തണം. അതെങ്ങനെ? ഇവൻ അതിൽ പങ്കെടുക്കരുത്. അതിനെന്താണ് വഴി? വഴിയുണ്ട്. താനൊരു കാര്യം ചെയ്യുക. ഈ നാട്ടിലെ കൊള്ളാവുന്ന കുറച്ചാളുകളെ സംഘടിപ്പിച്ച് ഒപ്പ് ശേഖരിക്കും. ഇതുപോലെ അഴിമതിയും ദൂർത്തടിച്ചും ഒക്കെ നടക്കുന്ന ഒരുത്തൻ, കുഴപ്പങ്ങൾ കാണിച്ച് നടക്കുന്ന ഒരുത്തനെ ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള നിവേദനം വെച്ചുകൊണ്ട് കൊള്ളാവുന്ന ആളുകളുടെ ഒരു 101 പേരുടെ ഒപ്പം അങ്ങോട്ട് സംഘടിപ്പിക്കുക. ഇപ്പം അതാണല്ലോ ഒരു ട്രെൻഡ്. അതെനിക്ക് പറ്റുമോ? പിന്നെന്താ? ഇവിടെ നിസ്സാര കാര്യമാണത്. ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവൻ ആ ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ കാണണമല്ലോ. അതാണ് അതിൻ്റെ ഒരു വഴി. പ്രസിഡന്റിന്റെ ഈ ബുദ്ധി, ഈ ചിന്തയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കിട്ടൂടോ, താനൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, കിട്ടും. പിന്നെ ഈ നിവേദനം ഒപ്പിട്ട് മേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അത് പിന്നെ അതും കഷത്തിൽ വെച്ചോണ്ട് നടന്നാൽ പോരാ. ഒന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, ഒന്ന് വകുപ്പ് മന്ത്രിക്ക് കൊടുക്കണം. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന്. അങ്ങനെ വരുമ്പോൾ അവർ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇവനെ ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലായി? എന്തായാലും കൊള്ളാം. ഇവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇവൻ ആ വേദിയിൽ ഇരിക്കരുത്. അത് എൻ്റെ കൂടെ ഒരു വാശിയാണ്. അപ്പം അതിന് വേണ്ടി താമസിക്കേണ്ട, അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളാം. പിന്നെ
ഒപ്പ് ശേഖരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിൽ കൊള്ളാവുന്നവരായിരിക്കണം. അല്ല നമുക്ക് നമ്മുടെ ബന്ധമുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാന്നുള്ള ആൾക്കാരായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ശരി വസന്ത. ശരി. ഹലോ, നിന്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഊട്ടിക്കാണല്ലോ. നീ ബോംബെയിലാ? ഓ അത് ശരി. അല്ല നിന്റെ ചേട്ടനോ പോയോ? എന്ന്? ഇന്നലെയോ? ശരി ശരി ശരി. ഒന്നുമില്ല. നീ എന്നാ വരുന്നേ? അടുത്ത ആഴ്ചയോ? ഓ ഒന്നുമില്ല, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ശരി ഞാൻ വിളിക്കാം. രണ്ട് പ്രമുഖരായിരുന്നു. പ്രകാശമില്ല, അവൻ്റെ ചേട്ടൻ അമേരിക്കയിൽ ഇന്നലെ പോയിന്ന്. അല്ലെ അവനെ കൊണ്ടൊരു ഒപ്പിടിച്ചിട്ടെങ്കിൽ കാര്യം നടന്നേ. നമുക്ക് അമേരിക്കയിൽ വിളിച്ചു വരുത്തി ഒപ്പിട്ടാലോ? എടാ ഇത് നിവേദനം നാളെ കൊടുക്കാനുള്ളതല്ലേ. അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്താൻ തന്നെ എത്ര മണിക്കൂർ വേണമെന്ന് അറിയാമോ? ഫ്ലൈറ്റ് വരണമെങ്കിൽ 2 മണിക്കൂർ പോലെ. ഫ്ലൈറ്റിൽ വെറുതെ ഇങ്ങ് കൊണ്ടാക്കും. പൈസ നീ കൊടുക്കോ ടിക്കറ്റിന്റെ? ഇതിപ്പം നമ്മൾ പോകേണ്ട പ്രമുഖന്മാരും അവിടെ ഇല്ല. ഇത് എന്താ ചെയ്യും? ഇനി എത്ര ഒപ്പ് വേണം? 130 വേണം. അതല്ലേ മൊത്തം വേണ്ടത്? അതാണ് മൊത്തം വേണ്ട. അല്ലെ ആരെങ്കിലും ഒപ്പിടാൻ കിട്ടിയോ? നമ്മൾ രാവിലെ തൊട്ട് നടക്കുവോ? നമുക്കൊരു കാര്യം ചെയ്യാം, സുരേന്ദ്രൻ മുതലാളിയെ ഒന്ന് കണ്ടാലോ? അയാളെ കണ്ടാൽ എന്തായാലും ഒപ്പിടിക്കണം. അതും നോക്കിയിട്ട് വരാം. അല്ല, ഈ ഒപ്പിടുന്ന ഒരു ആവശ്യമില്ല. ഞാൻ അന്നേ പറയില്ല അവരിങ്ങത് തട്ടിക്കളഞ്ഞാൽ മതിയെന്ന്. നീ പറയണതിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാമോ നടരാജ? തട്ടിക്കളയെന്ന് പറയുന്നത് വെറുതെ കൊല്ലുകയാണ് ഒരാളെ. കൊന്നു കഴിഞ്ഞാൽ ഭവിഷ്യത്ത് അറിയാമോ? നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും, പുറം ലോകം കാണാൻ പറ്റില്ല. അല്ല, ആരും അറിയാതെ രഹസ്യമായിട്ട്. പിന്നെ കൊന്നിട്ട് വീടെത്തുമ്പോഴത്തേക്ക് പോലീസ് അങ്ങ് വരും. കാലം അതാണ്. നമുക്ക് വീട് ക്ഷണിച്ച് പാലും നീ വെച്ചത് നീ ഒന്നും മിണ്ടാതിരിക്കൂ. നീ മിണ്ടാതെ നിന്റെ കൂടെ വാ തുറക്കണ്ട കേട്ടാ. അതിനെന്തേലും തരണോ? ഈ നിവേദനത്തിലെ ഈ അമ്പിളിക്കുട്ടൻ ഈ കൊടുത്ത വീൽ ചെയർ ഒന്നും കറങ്ങുന്നില്ല എന്ന് പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ടോ? എടാ അത് മാത്രമല്ല, അവൻ കൊടുത്ത ആട്, കോഴി, മാട്, കക്കൂസ്, കുളിമുറി എല്ലാ തീട്ടക്കേസും ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവനെ ഇതിലെപ്പറ ഇനി നാട്ടിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അവൻ പണി കിട്ടും. അത് നമുക്ക് വേറെ പ്രമുഖനെ കാണാൻ പോകാം. നീ എന്തായാലും അവൻ ഒഴിവായി കഴിഞ്ഞാൽ വേദിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഞാനല്ലായിരിക്കുമോ? എനിക്കൊരു ഉപകാരം ചെയ്തു തന്നെ പറ്റത്തുള്ളൂ. എന്തോന്ന്? അല്ലെങ്കിൽ ഈ കാരുണ്യ പദ്ധതിയിൽ നിന്ന് കുറച്ച് ഫണ്ട് റെഡിയാക്കി തരണം. എന്തിന്? ഈ പൊട്ടനെ എവിടെയും കൊണ്ട് ചികിത്സിക്കാനാണെന്ന്. എടാ മണ്ട, എന്നെ പോലുള്ളത് കാരണം ഫണ്ട് തരണ്ട. അത് പാവപ്പെട്ടവരുള്ളല്ലേ. എന്നാ പ്രമുഖം വാ, പ്രമാണി വാ വാ വാ. വാ അടച്ചിട്ട് പാടേ നടരാജ. അതെ, ഇപ്പം നമുക്ക് നമ്മുടെ കൂടെ അനുകൂലിച്ച് ഏതാണ്ട് 10, 100, 100, 108 പേരുണ്ട്. അപ്പം അത് മതി നമുക്കിപ്പോൾ അവനെ തളയ്ക്കാനായിട്ട് ഇത് തന്നെ ധാരാളമാണ്. എന്നാൽ അവൻ എത്ര ധൈര്യം ഉണ്ടെന്ന് നീ നോക്കിയേ. ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ ഭാര്യയെ ഈ പരിപാടിക്ക് താലപ്പൊലിക്ക് ക്ഷണിക്കാനായിട്ട്. എൻ്റെ പഴയ സമാധാനമാണല്ലോ അവനെ ഞാൻ മൂടൂത്തിനടുത്ത് ഇവിടെ ഇടിച്ചേനെ. ഞാൻ നോക്കി നടക്കുമോ? അവൻ കാണണം എനിക്കെന്നാ അവൻ വേദിയിലിരിക്കുന്നത്. ഇങ്ങോട്ട് മാറ്റിയോ? എന്താ എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ. അറിയാത്ത പുള്ള ചൊറിയും പറയും കേട്ടോ. ചൊറിയുമ്പോ വിളിക്കാം കേട്ടാ. അതല്ലേ അറിയാത്ത പിള്ള. അങ്ങനെ ഒരു പിള്ള ഉണ്ട് ഇവിടെ. അതുണ്ട്, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ നാളെ ചൊറിയും പരിപാടി നടക്കുമ്പോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ ക്ലീറ്റോ എല്ലാവരും വല്ലതും ചെയ്തു നോക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ടടി, എനിക്ക് പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ദണ്ണമാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പരിപാടി. എന്തിനു വേണ്ടിട്ടോ? നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ടത്? ഞാൻ ഇവിടെ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിട്ട്. അതല്ലേ ഇപ്പൊ അവിടെ നടക്കുന്നത്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അവൻ അടിച്ചോണ്ട് പോകണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അതിന് വേണ്ടിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അതെ, ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. നമുക്ക് പാർട്ടി ഓഫീസിൽ പോവാം. ഞാനൊന്ന് റെഡി ആയിട്ട് കൊഞ്ഞനും കുത്തണം റെഡി ആയിട്ട് താ പറഞ്ഞു. ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴാ ഞാനൊന്നും പറയില്ല. നിങ്ങളൊക്കെ ഇതിനെ കൂട്ടി നിൽക്കണ്ടല്ലോ. അല്ലല്ല, ഞങ്ങൾ നിൽക്കും. ഇവന്തിന് ഇങ്ങോട്ട് വരണത്? എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. വാ 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 വാ. എന്തോന്ന് പരിപാടിയാ കാണിച്ചത്? സംഗതി നിന്നെ ഒഴിവാക്കിയില്ലേ നാളത്തെ പരിപാടിയിൽ നിന്ന്? ഈടാ അമ്പിളിക്കുട്ട, ഇതാണ് ക്ലീറ്റോ പറഞ്ഞത് ചെയ്യൂന്ന് പറയണത്. നിനക്ക് അതിന്റെ ഏരിയ പോലും പോകാൻ പറ്റില്ലല്ലോ നാളെ. എടാ അമ്പിളിക്കുട്ട, ഇതാണ് ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞത്. ക്ലീറ്റോയോട് കളിക്കരുത്, കളി അപകടമാണെന്ന്. ഇപ്പൊ മനസ്സിലായ കാര്യങ്ങള്? അവന്റെ വരവ് കണ്ടില്ലേ? മൂട്ടി തീ പിടിച്ചിട്ടുള്ള വരവാ. എന്റെ മൂട്ടി തീ പിടിച്ച് ഞാൻ സമ്മതിച്ചോളാം. പക്ഷെ നീ ഉണ്ടല്ല, നീ മൊത്തം നിന്ന് കത്താൻ പോകണം. പച്ചയ്ക്ക് നിന്ന് കത്താൻ പോകണം. നീ അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എന്താ നീ എന്താണ് ചെയ്തെന്ന് നിനക്കറിയാമോ? തങ്കം,
ഇവ എന്താ ചെയ്തെന്നറിയാമോ? ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവ 100 പേരുടെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് നീ പറഞ്ഞിരിക്കുന്നത് അതിൽ? ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ. എടാ, എന്നിട്ട് പറഞ്ഞിക്കല്ലേ എൻ്റെ വീട് പണി തീർത്തത് ഞാൻ ഇവിടെ പഞ്ചായത്തിന്റെ പൈസ എടുത്തിട്ടാണ്. അവർക്കെന്തോ കിട്ടിയ സിമെന്റും മണലും ഒക്കെ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഡേയ്, എപ്പോഴാണ് ഞാൻ അതൊക്കെ ചെയ്തത്? എടാ, നീ ഇനി ചെയ്താലും ചെയ്തില്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുള്ളൂ. നീ ഈ പരിപാടി പങ്കെടുക്കുക, അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. നീ അങ്ങനെ എഴുതി കൊടുക്കുള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ എപ്പോഴാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പൊക്കെ വാങ്ങിക്കാൻ പോയത്? എടേ, പഞ്ചായത്ത് സെക്രട്ടറി ഞാനായിട്ടുള്ള ഇരിപ്പ് ദിവസം നിനക്കറിയാമോ? എവിടെയാണ്? വീട്ടിലാണോ ഓഫീസിലാണോ? എവിടെയാണ് നീ പോയി വാങ്ങിച്ചത്? ഞാൻ വിളിക്കുന്നിടത്ത് സെക്രട്ടറി വന്ന് ഒപ്പിട്ട് വരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് എന്താണ് ചെയ്തത്? അടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡും ചെയ്തു. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് എന്താ കുഴപ്പം? ഞാനാണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത്. ആണാ? നിന്റെ അഴിമതി പുറത്തറിയാൻ വേണ്ടി ലോകത്തിലെ പഞ്ചായത്ത് മൊത്തം അറിയണം. അത് തന്നെ. അതിനുവേണ്ടി എല്ലാരും അറിയട്ടെ അവരുടെ അഴിമതി. എന്താ സംഭവിച്ചതുകൊണ്ട് എല്ലാരും അറിഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അറിയും, നീ അറിഞ്ഞു, നീയും നിന്റെ ആൾ കൂടെ ചെയ്തതെല്ലാം അറിഞ്ഞടാ. നന്നായിരുന്നുണ്ട്. ഫേസ്ബുക്ക് നീയും അവർ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഈ പഞ്ചായത്ത് സെക്രട്ടറി, ഇവിടുത്തെ പ്രമുഖന്മാർ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എന്താ ചെയ്യുന്നറിയാമോ? ഈ ഒപ്പിട്ടില്ലേ പഞ്ചായത്ത് സെക്രട്ടറി ഇങ്ങനെ പ്രഭുമാരെ, ഒറ്റാണ് അവരൊപ്പല്ല, യുവമാർ 3 കൂടെ ഒക്കെ ചേർന്ന് ചെയ്തത്. കള്ളവപ്പ്. ആരും കള്ളപ്പെടും. പിന്നെ എന്തിനാ കള്ളപ്പെടണ? എവര് തലക്കത്തെ കുഴപ്പമുണ്ട്. കള്ളപ്പൊന്ന് ആരും തന്നെ കള്ളപ്പൊന്ന് ആര് പറയാൻ? ഫേസ്ബുക്ക് എടുത്തോണ്ട് നോക്കടാ, അതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ എല്ലാരും എല്ലാം കള്ളവപ്പാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അറിഞ്ഞിട്ട് പോലും ഇല്ല. ആവശ്യമില്ലാത്ത പറയരുത്. ആവശ്യമില്ലാത്ത ഇങ്ങോട്ട് നോക്ക്, അവിടെ എല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നീ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. എന്തായാലും നാളത്തെ പ്രോഗ്രാമിൽ ഞാനുണ്ടാവും, നീ ഉണ്ടാവില്ല. പിന്നെ വന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ അങ്ങോട്ടൊന്ന് വന്നു കളയായിരുന്നു. അവന്മാരെല്ലാം കൂടെ പച്ചയ്ക്ക് കത്തിക്കും. പിന്നെ ഇവിടെ ഇരുന്ന് ടി വിയിൽ എങ്ങനെ കാണാൻ ശ്രമിക്കും. അതും നടക്കുമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. കാര്യം ഇതൊക്കെ കേസ് കൊടുക്കുമ്പോൾ എന്തായാലും പോലീസ് വരും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും ടി വി ഉണ്ടെങ്കിൽ നീ അവിടെ ഇരുന്ന് കാണും കേട്ടാ. അപ്പം തങ്കം 9 മണി മറക്കരുത്. അവളെ കൂടെ കുട്ടിക്കും കേട്ടോ. നിന്നെപ്പോലെ ഒരുത്ത ഉള്ളതാണടാ എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. സത്യം കൂടെ കൊണ്ടുവരണം കേട്ടോ. നല്ല പയ്യന. എടാ ക്ലീറ്റോ, എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോ അന്തസ്സോടെ ഉള്ളത് ചെയ്യണം, അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി. ആഹാ, നന്നായിട്ടുണ്ട്. നിങ്ങൾ കള്ളവപ്പിട്ടില്ലേ 101 പേരുടെ? അവരെല്ലാം കൂടി വന്ന് ഉപ്പിലിടുന്നതിന് മുമ്പ് ഫോൺ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ നോക്ക്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങാം. Versus Alien.